അതെടുക്കാൻ നല്ല അർത്ഥം അല്ലേ? ചിങ്ങത്തിന്റെ അധിപൻ ചന്ദ്രൻ, സൂര്യൻ, സൂര്യന്റെ ബന്ധുവാണ് ചൊവ്വ. ഇത് പ്രകാരം ആ ചൊവ്വ വരുന്നത് വൃശ്ചികത്തിലാണ്. പക്ഷെ രാശിപ്പൊരുത്ത പ്രകാരം 6ന്റെ ഉള്ളിൽ വരുന്നത് എടുക്കാമോ? നേരെ മോളി പറഞ്ഞത് നോക്ക, 6ന്റെ അപ്പുറത്ത് വന്നത് എടുക്കാവും. ഇത് 4ആണ്. അപ്പൊ രണ്ടും തമ്മിൽ കോൺട്രഡിക്ടറി അല്ലേ? അതായത് ചിങ്ങം രാശിയിൽ ജനിച്ച പെൺകുട്ടിക്ക് വൃശ്ചികം രാശിയിൽ ജനിച്ച ആൺകുട്ടി രാശ്യാധിപ പൊരുത്ത പ്രകാരം ചേരും, രാശി പൊരുത്ത പ്രകാരം ചേരില്ല. മനസ്സിലായി? അപ്പൊ 10ൽ 10 പൊരുത്തം കിട്ടുമോ? രണ്ടെണ്ണം കോൺട്രഡിക്ടറിയാ. ഇത് കുറച്ചുകൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ചായ കാപ്പി വടയൊന്നുമില്ല കേട്ടോ, പറഞ്ഞോളൂ. ഒരു കാര്യം പിന്നീട് എഴുതി തരും. ഇപ്പൊ നമുക്കിത് അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, നേരത്തെ ഒരു വരി പറഞ്ഞു 10ൽ 10 പൊരുത്തം ഉണ്ടെന്ന്. നടക്കില്ല. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ചിങ്ങം രാശിക്കാരന് വൃശ്ചികം രാശിക്കാരൻ യോജിക്കും, രാശ്യാധിപൻ പ്രകാരം രാശിപ്പൊരുത്ത പ്രകാരം ശരിയില്ല. അപ്പോ രണ്ടെണ്ണം അവിടെ വെച്ച് തന്നെ ഒന്നിനൊന്ന് എതിരായി. കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നല്ലോണം മനസ്സിലാവും. അടുത്ത നോക്കാം, ചന്ദ്രന്റെ ബന്ധുക്കൾ സൂര്യനും ബുധനും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം, ചന്ദ്രന്റെ ബന്ധുക്കൾ സൂര്യനും ബുധനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ അധിപനായിരിക്കുന്നത് കർക്കിടകത്തില്, സൂര്യൻ അധിപനായിരിക്കുന്നത് ചിങ്ങത്തില്. അപ്പൊ ചന്ദ്രന്റെ ബന്ധുക്കൾ സൂര്യനും ബുധനും. മനസ്സിലായി പറഞ്ഞത്? ഒന്ന് രാശിചക്രം നോക്കൂ. കർക്കിടകമാണ് ചന്ദ്രൻ രാശിയാധിപൻ, ചിങ്ങം സൂര്യനധിപൻ, കന്നി സൂര്യനധിപൻ. അത് തമ്മിൽ ചേരും. രാശിപ്പൊരുത്തം പ്രകാരയോ ഇവിടെ 2ഉം 3ഉം ചേരും, മറ്റേത് 6ന് അപ്പുറമേ ചേരാൻ പാടുള്ളൂ. കോൺട്രഡിക്ടറി അല്ലേ? അല്ല, കോൺട്രഡിക്ടറി. 6ന് അപ്പുറം ചേരാൻ പാടുള്ളൂ എന്നുള്ളത് രാശിപ്പൊരുത്തം. രാശ്യാധിപ പൊരുത്ത പ്രകാരം ഇവിടെ 2ഉം 3ഉം ചേരും. കോൺട്രഡിക്ടറി. ഇത് എന്തിനാ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നേ അറിയോ? പരസ്പര വിരുദ്ധങ്ങളായ ലോജിക്കൽ അല്ലാത്തതാണ് ഈ നക്ഷത്രപ്പൊരുത്തം നോക്കിയുള്ള കല്യാണമെന്ന് നിങ്ങൾക്ക് കോട്ടുവായ വരുന്നത് വരെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ വെറുതെ പറയാന്ന് പറയില്ലേ? നോക്കൂ, കോൺട്രഡിക്ടറി ആണ് ഇത്. ഇനി അതിന്റെ ചുവട്ടിൽ നോക്കാം. കുജന്റെ ബന്ധുക്കൾ വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ. സമന്മാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. വ്യാഴത്തിന്റെ ബന്ധുക്കള് സൂര്യനും ചന്ദ്രനും ചൊവ്വയും. അങ്ങനെ നിങ്ങൾ രാശിയിലേക്ക് കടന്നാല്, രാശ്യാധിപന്മാരിലേക്ക് കടന്നാല് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രാശിപ്പൊരുത്തവും രാശ്യാധിപ പൊരുത്തവും തമ്മില് 80% കോൺട്രഡിക്ടറിയാണ്. ഒന്നിനൊന്ന് 2 അക്കമുള്ള നമ്പർ പറയുകയും വേണം, 10ൽ കൂടാനും പാടില്ല. പറയുമെന്ന് 2 അക്കമുള്ള നമ്പർ പറയണം, 10ൽ കൂടാനും പാടില്ല. തമ്മിൽ അങ്ങനെ ഉണ്ടോ? 10ൽ കൂടാത്ത 2 അക്കമുള്ള നമ്പർ ഉണ്ടോ? കോൺട്രഡിക്ടറിയാണ്. 2 അക്കമുള്ള നമ്പർ 10ൽ കൂടാൻ പാടില്ലാത്ത ഏതാണുള്ളത്? അത് തന്നെയാണ് കോൺട്രഡിക്ടറി. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതിനകത്ത് വരും. ഇപ്പോ 7 പോയിന്റ് രണ്ടാമത്തേതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജ്യോതിഷം അറിയാവുന്നവര് ഇന്ന് വീട്ടിൽ ചെന്ന് ഒരു പഞ്ചസാര ഇടാതെ 2 ഗ്ലാസ് കട്ടൻ കാപ്പി ഇടത് സൈഡിൽ വെച്ച് ഇതൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ മനസ്സിലാവും ഇത്രയും കാലം രാശ്യാധിപ പൊരുത്തം എന്ന് പറഞ്ഞിരിക്കുന്നത് തമ്മിലുള്ള ഈ ബന്ധം ഒരു തരത്തിലും ലോജിക്കൽ അല്ലല്ലോ എന്ന് മനസ്സിലാവും. ഇനി നമ്മൾ 3ാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. വശ്യപ്പൊരുത്തം. സ്ത്രീ ജനിച്ച കൂറിന്റെ വശ്യരാശിക്കൂറിൽ ജനിച്ച പുരുഷൻ, അതുപോലെ മറിച്ചുള്ളത് പുരുഷൻ ജനിച്ച കൂറിന്റെ വശ്യ രാശിയിൽ ജനിച്ച സ്ത്രീ വശ്യപ്പൊരുത്തമുണ്ടെന്ന് പറയുന്നു. ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. മേടത്തിന് ചിങ്ങവും വൃശ്ചികവും വശ്യരാശികളാണ്. മേടത്തിന് ചിങ്ങവും വൃശ്ചികവും വശ്യരാശിയാണ്. ഇടവത്തിന് കർക്കിടകവും തുലാമും വശ്യരാശിയാണ്. ഇടവത്തിന് കർക്കിടകവും തുലാമും വശ്യരാശിയാണ്. അർത്ഥം മനസ്സിലായോ?
ഇനി ഒന്ന് എണ്ണി നോക്ക, ഇടവത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഈ ഷീറ്റിൽ നോക്കാം. ഇടവത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് എത്ര ദൂരമുണ്ട്? 3 രാശി അല്ലേ? ഇടവം, മിഥുനം, കർക്കിടകം. രാശി പൊരുത്ത പ്രകാരം എത്ര ദൂരം വേണം? 6-നപ്പുറം വേണം. ഇത് പ്രകാരം 3. കോൺട്രഡിക്ടറി അല്ലേ? 6-നപ്പുറം രാശിപ്പൊരുത്തത്തിന് വേണം, വശ്യപ്പൊരുത്തത്തിനും 3 ആവാം. അപ്പൊ അച്ഛന്റെ ഒപ്പം ജീവിച്ചിരിക്കുകയും വേണം, അമ്മയുടെ ഒപ്പം മരിക്കുകയും വേണം. രണ്ടും ഓക്കെയാണ്. നടക്കോ? ലോജിക്കൽ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോ മിഥുനത്തിന് കന്നിയും, കർക്കിടകത്തിന് വൃശ്ചികവും, ചിങ്ങത്തിന് ധനുവും തുലാമും, കന്നിക്ക് മിഥുനവും, തുലാത്തിന് കന്നിയും മകരവും, വൃശ്ചികത്തിന് കർക്കിടകവും, ധനുവിന് മീനവും, മകരത്തിന് മേടവും കുംഭവും, കുംഭത്തിന് മേടവും, മീനത്തിന് മകരവും വശ്യരാശികളാണെന്ന് പറയുന്നു. ഞാനിപ്പോ വായിക്കുന്നത് കേട്ട് നിങ്ങൾക്ക് തലപെരുക്കൊന്നും വേണ്ടാട്ടോ. അത് വളരെ സിമ്പിളാ. അത് വായിച്ചു നോക്കി തന്നെ വേണം പഠിക്കാൻ. അത് ബൈഹാർട്ടൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് ജാതകം 7 വർഷമൊക്കെ പഠിക്കുന്നവർക്ക് അത് ബൈഹാർട്ടാവും. അപ്പൊ ഇവിടെ നോക്കിയാൽ മേടം രാശി, അതും അതുപോലെ തന്നെ ചിങ്ങം രാശിയും, അല്ലെങ്കിൽ ഇതൊക്കെ വശ്യമാണ് എന്ന് പറയുമ്പോൾ വശത്താക്കാവുന്നതാണ്, കമ്പാറ്റബിൾ ആണ്, അത് തമ്മിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നർത്ഥം വരണമെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തമ്മിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാം? അപ്പൊ മേടം രാശിയിൽ ജനിച്ചൊരു കുട്ടിക്ക് അതിന്റെ വശ്യരാശിയിൽ ജനിച്ച ആൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കാൻ സാധിക്കുള്ളൂ. ഒന്നും കൂടി ഞാൻ ആ വരി വായിക്കാം, നോക്കാം. കന്നിക്ക് ഒരെണ്ണം എടുക്കണം. കന്നിക്ക് മിഥുനം വശ്യരാശിയാണ്. അപ്പൊ വശ്യപ്പൊരുത്ത പ്രകാരം കന്നിയിൽ ജനിച്ച പെൺകുട്ടിക്ക്, അതായത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തില് മിഥുനം, കന്നിക്ക് മകയിരം, തിരുവാതിര, പുണർദം ജനിച്ച ആൺകുട്ടിക്ക് ഈ ഉത്രം, അത്തം, ചിത്തിര ജനിച്ച പെൺകുട്ടിയെ യോജിക്കുള്ളൂ. അപ്പൊ ബാക്കി 10 രാശികളെ അങ്ങോട്ട് മാറ്റാണ്. 27 നക്ഷത്രത്തില് 5 നക്ഷത്രത്തെ തമ്മിൽ ചേർത്ത് ബാക്കി 22 നക്ഷത്രത്തെ കളഞ്ഞ് എങ്ങനെയാ നിങ്ങൾക്ക് നക്ഷത്രപ്പൊരുത്തം കിട്ടുക? 27 എണ്ണത്തിൽ 22 എണ്ണത്തിൽ ജനിച്ച കുട്ടികളെ തിരസ്കരിച്ചുകൊണ്ടാണ് വശ്യപ്പൊരുത്തം. 27 നക്ഷത്രത്തിലുള്ളതില് 21 എണ്ണത്തിൽ ജനിച്ചവരെ തിരസ്കരിച്ച് ബാക്കി 5.5-യിൽ ജനിച്ച ആളെ എടുത്തിട്ടാണ് വശ്യപ്പൊരുത്തം നടത്താം. എന്തൊരബദ്ധാണ്! അതായത് നമ്മള് 100 കുട്ടികള്, 100 ആൺകുട്ടിയും 100 പെൺകുട്ടിയും ഇവിടെ വന്നാല് നമ്മളൊരു 100 കണ്ടീഷൻ വെച്ചു എന്ന് വിചാരിക്കാം. 100 കണ്ടീഷൻ വെച്ചു എന്ന് വിചാരിക്കാം. ആ 100 കണ്ടീഷനും ചേർന്ന് എത്ര കുട്ടികൾ ഉണ്ടാവും? 1 2 27 നക്ഷത്രങ്ങൾ ഉള്ളതില് 22 നക്ഷത്രങ്ങളെയും വശ്യപ്പൊരുത്ത പ്രകാരം മാറ്റി ചേരില്ല എന്ന് പറഞ്ഞ് ബാക്കി 5.5 നക്ഷത്രത്തിൽ ചേർന്നവരെ ചെന്ന് ചേർക്കുമ്പോ പറ്റുന്ന അബദ്ധം, വശ്യപ്പൊരുത്തമുള്ള കുട്ടികളെ കിട്ടില്ല. നമ്മൾ പറയുന്നു, നമുക്ക് ആലപ്പുഴയിൽ ജനിച്ച പെൺകുട്ടിക്ക് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പെൺകുട്ടികൾ വേണ്ട, ആൺകുട്ടികൾ വേണ്ട. എന്തേ കാരണം? വേണ്ട, അത് തന്നെ വേണ്ട. മാത്രമല്ല വെളുത്ത തൊലിയുള്ളത് അല്ലാത്തത് വേണ്ട. 23 വയസ്സിൽ താഴെ ഉള്ളത് മതി. മാത്രമല്ല കാലിന്റെ മുട്ടുവരെ തലമുടി ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കൂ. ഇങ്ങനെ കുറെ കണ്ടീഷൻ വെച്ചു വിചാരിക്കാം. അങ്ങനെയുള്ളതിന് കിട്ടുമോ? തിരുവനന്തപുരവും, കൊല്ലവും, പത്തനംതിട്ടയും, കോട്ടയവും, എറണാകുളവും, മലപ്പുറവും, പാലക്കാടും, കോഴിക്കോടും വേണ്ട. മുട്ടുവരെ മുടിയും വേണം, വെളുത്ത തൊലിയും വേണം, 32 പല്ല് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും വേണം, കാവ്യ മാധവനെ പോലെ ഉണ്ടാവുകയും വേണം. നടക്കണതാ. അപ്പൊ ഈ വശ്യപ്പൊരുത്തത്തിന് 22 നക്ഷത്രത്തെ തൂത്തെറിഞ്ഞ് 21.5 നക്ഷത്രത്തെ തൂത്തെറിഞ്ഞ് ഈ 5.5 നക്ഷത്രത്തെ വെച്ചുകൊണ്ട് നടത്തുമ്പോൾ ശരിക്കും ജ്യോത്സ്യന്മാരും ഇത് ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള എടാകൂടത്തിലൂടെയാണ് ഈ പൊരുത്തം നടക്കുന്നത് എന്ന്. ഞാനിതെന്താ പറയാൻ കാരണം എന്തറിയോ? എൻ്റെ മകൻ CTL വർക്ക് ചെയ്യുക.
അവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എനിക്ക് വേണ്ടി പെണ്ണ് നോക്കുക വേണ്ട, യാതൊരു താല്പര്യവും ഇല്ല, 3 കൊല്ലം കൂടി കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ ഹിമാലയത്തിൽ പോകും, എന്നെ പിന്നെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ ഈ ജീവിതം മുഴുവനും ആത്മീയതയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരാള്, ഞാൻ തൃശ്ശൂരിൽ പോകുമ്പോഴത്തേക്ക് അയാൾ എന്നോട് പറഞ്ഞു, എന്റെ മകൾക്ക് അങ്ങയുടെ മകനുമായിട്ട് യോജിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത്. എന്റെ നക്ഷത്രം തിരുവോണം, എന്റെ തിരുവോണം, എന്റെ ഭാര്യയുടെ പൂരാടം, ഉത്രാടം തിരുവോണം, 3 ആളാണ് ഞങ്ങള്. 33 കൊല്ലായി, ഈശ്വരാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ മകളുടെ കല്യാണം കഴിച്ചതും ഈ നക്ഷത്രപ്പൊരുത്തം നോക്കിയിട്ടല്ല, നല്ല സമയം നോക്കിയിട്ടുമല്ല കല്യാണം നടത്തിയത്. ഫെബ്രുവരി 3-ാം തീയതി 2011 ചെറിയ കല്യാണ മണ്ഡപം ഒഴിവുണ്ടായിരുന്നു. വലുത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, ആ കല്യാണ മണ്ഡപം ഒഴിവുണ്ടായിരുന്നപ്പോ അത് ബുക്ക് ചെയ്തു. എന്റെ ഭാര്യ പോയിട്ട് ഒരു ജ്യോത്സ്യനോട് ചോദിച്ചു, മുഹൂർത്തം എത്താൻ. അങ്ങേര് 8:30 എഴുതി തന്നു. ഞാൻ ആ ജ്യോത്സ്യനെ വിളിച്ചു പറഞ്ഞു 10:30 എഴുതി തരാൻ. 8:30 ഒരു മനുഷ്യനും വരില്ല അവർ. അങ്ങേര് 10:30 എഴുതി തന്നു. അങ്ങനെ 10:30 വിവാഹം നടത്തി. നമ്മളിതിനെ കുറിച്ച് ബോധേടായിരുന്നില്ല. എനിക്ക് നല്ലോണം അറിയാം, നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഈ ദിവസവും ഈ നക്ഷത്രവും ഇതൊന്നും ജീവിതത്തിൽ ഒരു പ്രശ്നമാവില്ല. അതെനിക്ക് ഉറപ്പാണ്. അല്ലെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്മ നിറഞ്ഞതാണെങ്കിൽ ഈ നക്ഷത്രമോ ദിവസമോ ഇതൊന്നുമല്ല. പിന്നെ എല്ലാം തികഞ്ഞ ജാതക പൊരുത്തം നോക്കിയതാണ് ശ്രീരാമനും സീതയും. ഗോപാലകൃഷ്ണല്ല ജാതകം നോക്കിയത്, വസിഷ്ഠ മഹർഷിയ. രണ്ടും സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല. അർത്ഥം മനസ്സിലായി? കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ കൈ കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. 14 വർഷം കാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് രാവണം കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോ അലക്കുകാരൻ പറഞ്ഞു, ശരിയല്ല, അമ്മച്ചിയുടെ കയ്യിലിരിപ്പെന്ന്. അങ്ങനെ ഉപേക്ഷിച്ചു. പ്രസവിച്ചത് പോലും ഭർത്താവ് അറിഞ്ഞത് 11 വർഷം കഴിഞ്ഞിട്ടാ. വാൽമീകിയുടെ ആശ്രമത്തിലാണ് പ്രസവിച്ചത്. എനിക്ക് നല്ലോണം അറിയാം, നിങ്ങൾക്ക് രാമായണം അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ ഓർമ്മിക്കുക. അപ്പൊ ഈ പെർഫെക്റ്റ് ജാതകത്തില എന്തായി അവസാനം? രുക്മിണിയും ശ്രീകൃഷ്ണനും തമ്മിൽ ജാതകം നോക്കിയിട്ടാ കല്യാണം കഴിച്ചേ. സത്യഭാമയും ജാതകം നോക്കിയിട്ടാ കല്യാണം കഴിച്ചേ. ജാമ്പവതി കല്യാണം കഴിച്ച് ജാതകം നോക്കിയിട്ടാ. അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല കൂളായിട്ട്. ഇതിന്റെ അർത്ഥം ഇതൊന്നും നോക്കണ്ട എന്നല്ല. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിനെ ഒന്നിനെയും നിരാകരിക്കാനോ നിഷേധിക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ എതിർക്കാനോ വേണ്ടിയല്ല ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് എടുക്കാൻ ആഗ്രഹിച്ചത്. ഒന്നിനൊന്ന് കോൺട്രഡിക്ടറി ആയിട്ട് 10-8 പൊരുത്തമുണ്ടെന്ന് നിങ്ങളോടൊരു ജ്യോത്സ്യൻ പറഞ്ഞാൽ, ഒന്നുകിൽ ജ്യോത്സ്യൻ പറയുന്നത് നുണയാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യൻ പറയുന്നത് സത്യമല്ല. കാരണം 10-8 പൊരുത്തം കിട്ടില്ല. കാരണം 27 നക്ഷത്രത്തിൽ 22 നക്ഷത്രത്തെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാ ഈ 10-8 പൊരുത്തം കിട്ടുക? മധ്യമം ഉത്തമം എന്ന് പറഞ്ഞ് എങ്ങനെ കിട്ടുക? അപ്പൊ നോക്ക, ഇനി ഇത് കൂടാതെ ചെറിയ ചെറിയ കുളങ്ങൾ വേറെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ വശ്യപ്പൊരുത്തം എന്ന് പറയുമ്പോൾ ഞാൻ സ്പീഡിൽ വായിച്ചാലും നിങ്ങൾക്ക് ഒരു തരത്തിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സ്ലോയിൽ വായിച്ചു കഴിഞ്ഞാല് ഒരു രാശിക്ക് വേറൊരു രാശി വശ്യമായിട്ട് വരുന്നു. ആ 2 രാശിയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ചേരുള്ളൂ എന്ന് പറയുമ്പോ വളരെയധികം വലിയ നക്ഷത്രത്തിലുള്ളവരെ പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഈ നക്ഷത്ര പൊരുത്തം നോക്കുന്നത്. അർത്ഥം മനസ്സിലായി? ഇപ്പൊ ചിങ്ങവും മേടവും രാശി വശ്യപ്പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞൊന്ന് വിചാരിക്കാം. ഇപ്പൊ ചിങ്ങത്തിലുള്ള അശ്വതി ഭരണി കാർത്തിക കാലിലുള്ള പെൺകുട്ടിയും ആൺകുട്ടിയും മകം പൂരം ഉത്ര കാലിലുള്ളവർ മാത്രമേ ചേരാൻ പാടുള്ളൂ. എത്ര നക്ഷത്രം ഉണ്ടെന്ന് നോക്കുക. ശരിക്കും പറഞ്ഞാൽ 4.5 നക്ഷത്രമേ ഉള്ളൂ. ഇപ്പൊ 27 - 4.5 എത്രയായി? 27 - 4.5 22.5 അല്ലേ? 22.5 നക്ഷത്രക്കാരെ മാറ്റി നിർത്തിയിട്ട് ഈ പെണ്ണിനും ആണിനും ലോകത്തിൽ ഏതാണിനെ പെണ്ണിനെയാണ് അന്വേഷിച്ചു പോകുന്നേ? അർത്ഥം മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായി? തിരുവനന്തപുരം, പത്തനംതിട്ട, അത് ഓർത്താൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഓർമ്മിക്കുക, പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഈ നക്ഷത്ര പൊരുത്തത്തിന്റെ ബേസിസില് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പിടിച്ച് പെട്ടിക്കട നടത്തുന്നവന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയും കുറച്ചു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ ഡൈവോഴ്സ് ചെയ്താല് അവർ ശപിക്കുന്നത് ആരെയായിരിക്കും? നിക്കിഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ ആൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റാതെ എന്റെ അമ്മയും അച്ഛനും ഈ നക്ഷത്ര പൊരുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവനെ എന്റെ തലയിൽ കെട്ടിവെച്ച്
ഇത് ഈ പരസ്പരവും ചന്ദനമഴയും കറുത്തപൊത്തിലും ജീവിക്കുന്ന മാതിരി ഒന്നും അല്ല ജീവിതം. അതൊക്കെ സീരിയലാ. പരസ്പരം എന്ന് പറഞ്ഞ സീരിയൽ കണ്ടിട്ടില്ലേ? മൂക്കിന്റെ താഴെ മരുന്ന് കച്ചവടക്കാരും കള്ളക്കടത്തുകാരും ഉണ്ടായിട്ടും IPS അമ്മച്ചി അറിഞ്ഞില്ല. പുറത്തൊന്നുമല്ല, അകത്തുണ്ടായിട്ട് ജീരകം മാതിരിയുള്ള അമ്മച്ചി അറിഞ്ഞില്ല. അതൊക്കെ സീരിയലാവാം. ജീവിതം അതല്ല. ജീവിതം ഒരു കഥയല്ല. നമ്മൾ ആരെങ്കിലും നമ്മുടെ മകന്റെയോ മകളുടെയോ തലയിൽ കെട്ടിവെച്ചിട്ട് നമ്മള് നല്ല പൊരുത്തമുള്ളതിനെ കെട്ടിവെച്ചു എന്നും പറയാ. അവർ തമ്മിൽ ചേരാതെ ഡൈവോഴ്സ് ചെയ്യുമ്പോൾ ശാപം വരുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയ അച്ഛനും അമ്മയ്ക്കുമാണ്. ഓർമ്മിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മക്കള് പറഞ്ഞിട്ടല്ല ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ മക്കൾ ഇനിയുള്ള കാലം ജീവിക്കാൻ ആരാണ് കൂടെ വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അമ്മയും അച്ഛനും ഏറ്റെടുത്താൽ അവരുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വവും കൂടി ഏൽക്കേണ്ടി വരും. ഞാൻ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ വായിച്ചത് ഒന്നുകൂടി വായിക്കണം. അപ്പൊ കുറെ കൂടി മനസ്സിലാവും. അടുത്തത് നോക്കാം. മഹേന്ദ്രപൊരുത്തം. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിന്റെ, ഞാൻ വായിക്കുന്നതിന്റെ സ്പീഡ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാണെങ്കിൽ നോക്കിക്കൊള്ളണം കേട്ടോ. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിന്റെ 4, 7, 10 നാളുകളിലും അവയുടെ അനുജന്മ നാളുകളിലും ജനിച്ച പുരുഷൻ ജാതകയ്ക്ക് യോഗ്യനാണ്. അപ്പൊ 4ാമത്തെ നക്ഷത്രം എന്ന് പറയുമ്പോ മേടം രാശിയിൽ നിന്ന് തൊട്ടടുത്തതും അടുത്തതും 4ാമത്തെ നക്ഷത്രവും 7ാമത്തെ നക്ഷത്രവും വരും. അപ്പൊ രാശിപ്പൊരുത്തം എവിടെ പോയി? രാശിയാധിപ പൊരുത്തം എവിടെ പോയി? അർത്ഥം മനസ്സിലായോ? 2ാമത്തെ രാശിയിലും 3ാമത്തെ രാശിയിലും ജനിച്ച കുട്ടി ഇവിടെ യോജിക്കും. ഇത് പ്രകാരം നേരത്തെ രാശിപ്പൊരുത്തം, രാശിയാധിപ പൊരുത്തം, വശ്യപ്പൊരുത്ത പ്രകാരം യോജിക്കില്ല. ആ 3 പ്രകാരം യോജിക്കാത്തത് 4ാമത്തേത് പ്രകാരം യോജിക്കും. കോൺട്രഡിക്ടറി. നിങ്ങൾക്കിത് തന്നെത്താനെ ആലോചിക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിക്കാം. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പൊരുത്തത്തെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരയും. എന്താ കാരണം അറിയോ? ഒന്നും മനസ്സിലാവില്ല. ഈ ഒന്നിനോടൊന്ന് എങ്ങനെ കോൺട്രഡിക്ടറി വരുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കുത്തിയിരുന്ന് 15 ദിവസം ഇരുന്ന എഴുതിയത്. അത് ലക്ഷ്യമിടുന്നത് ചെറിയ പുസ്തകമാണ്, 10-15 രൂപയേ ഉള്ളൂ. അത് ഇങ്ങനെ കൈ കെട്ടിയിരുന്ന് വായിച്ചാല്, എന്നിട്ട് നിങ്ങളുടെ അമ്മയോ അച്ഛനെയോ നിങ്ങളത് വായിച്ച് കേൾപ്പിച്ചാൽ പറയും, ഇത്രയും കാലം ഈ മണ്ടത്തരത്തിന്റെ പേരിലാണല്ലോ കല്യാണം നടക്കാതിരുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അത്രയ്ക്കും ഇല്ലോജിക്കൽ, നോൺ റാഷണൽ. സയൻസ് അവിടെ ഇരിക്കട്ടെ, സയന്റിഫിക് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഒരു തരത്തിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു നക്ഷത്രത്തിന്റെ 4, 7, 10 നക്ഷത്രം നോക്കാം.